നേതൃത്വം വഹിച്ചവരാണോ? പക്ഷേ അവരെല്ലാം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഇന്നെനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ അവാർഡൊക്കെ വാങ്ങാൻ വരുന്നത് കൊണ്ടാണ് ഇച്ചിരിയെങ്കിലും ജനം ഈ കസേര ഇല്ലായിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. നാളെ മുതൽ അവസ്ഥ ഇതല്ല. ഭരണസമിതിയിൽ ഞങ്ങൾ 10-20 പേരും അത്യാവശ്യം കുറച്ച് പേരും ഒക്കെ ആയിട്ട് ബാക്കി കസേരകൾ പൂർണ്ണമായും ഫ്രണ്ടിൽ കിടക്കുന്ന ഒരവസ്ഥ അതായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ പറയുന്ന ഒരു വലിയ കാര്യമാണ്, ഇങ്ങോട്ട് തിരിഞ്ഞാരും നോക്കില്ല. നോക്കാതെ ആചാര്യം കഥ പറയുന്നത്. ആചാര്യം കഥ പറയണമെങ്കിൽ എന്താ, നമ്മളെ സന്ധ്യാലയത്തിൽ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ വെച്ചിട്ട് അല്ലെ നമ്മളെ വീട്ടില് അമ്മമാര് എൻ്റെ മോൻ വരും എന്നും പറഞ്ഞ് നല്ല രീതിയിൽ ഭക്ഷണമെല്ലാം ഒരുക്കി അന്നേരം പറയാം, അമ്മ ഞാൻ വരുന്ന വഴിക്ക് കയറി ഒന്ന് കാപ്പി കുടിച്ചു. പിന്നെ അമ്മയുടെ പ്രയാസം എന്തായിരിക്കും? അതുപോലെയാണ് അവസ്ഥ.